മുകേഷ്, ഇടവേള ബാബു, ഒപ്പം മണിയംപിള്ള രാജു, ജയസൂര്യ. ഇത് ഒരുപാടുണ്ടല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്, ഒരുപാടുണ്ടെന്ന്. തന്നെ പീഡിപ്പിച്ചു എന്നുള്ള പരാതിയാണ് നൽകിയിരിക്കുന്ന ചന്തവാസന്തി അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് മേരി. പക്ഷെ അവര് ഈ പരാതി കൊടുക്കുന്ന ടൈപ്പ് അല്ലല്ലോ. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പം എന്നെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചു. തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എന്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ചു പുള്ളി. ഒരാണിന് ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നാൻ എത്ര സമയം വേണം? ഒരാള് ജനിക്കാൻ ഇത്ര സമയം മതി. പ്രേമിക്കാൻ പക്ഷേ അതിന്റെ പകുതി സമയം മതി. അതല്ലേ പെണ്ണുങ്ങളെ കാണുമ്പോ ഒരു കണ്ണിറുക്കി കാണിക്കണത്. അപ്പൊ ശരിയാടാ, എന്ത്? എനിക്ക് അവളോട് പ്രേമ. ഞാൻ ഒരു കാര്യം ചോദിക്കും. എനിക്ക് ഇവിടെ ട്രിവാൻഡ്രത്ത് ഫ്ലാറ്റ് ഉണ്ട്. എനിക്ക് മിന്നുന് ഇൻട്രസ്റ്റഡ് ആണ്. താല്പര്യം നമുക്ക് ഫ്ലാറ്റിൽ വെച്ച് കാണാം. ഈ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ പോലുള്ള ഇരുകാലി മൃഗങ്ങളാണ്. ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കണം. നിലവിൽ ജയസൂര്യ അമേരിക്കയിലാണുള്ളത്. ഇതുകൂടി കുറിച്ചോ അതിവിദഗ്ധമായ രീതിയിൽ തുരപ്പം കൊച്ചുണ്ണി CID മൂസയുടെ കയ്യിൽ നിന്ന് ഊരിപ്പോയെന്ന്. അദ്ദേഹവും മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമം നടത്തും. അതിൽ ഹൈക്കോടതിയുടെ തീരുമാനം ഉണ്ടാകുന്നതുവരെ ജയസൂര്യ വിദേശത്ത് തുടരും. നിങ്ങൾ ക്യൂബിലാണ്? ഇല്ല, സത്യമില്ല. നിങ്ങൾ ക്യൂബിലാണ്. ദയവായി ഒരാഴ്ച കഴിഞ്ഞ് വിളിക്കുക. െതിരെ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. PC 3761 ബലാത്സംഗം, PC 354 സ്ത്രീത്വത്തെ അപമാനിക്കൽ, ബലപ്രയോഗം. ഞാൻ രണ്ടെണ്ണമല്ല, അതിൽ കൂടുതൽ താങ്ങും കേട്ടോ. IPC 452 അതിക്രമിച്ചു കട. PC 509 സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആംഗ്യം, വാക്പ്രയോഗം. ഒരക്ഷരം പോലും തെറ്റിയില്ല. കഷ്ടകാലം വരുമ്പോ കൂട്ടത്തോടെ നാണല്ലോ. ജയസൂര്യാണ് പുറകുന്ന അപ്രത്യക്ഷമായിട്ട് പുറകുന്ന ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചുംബിക്കുകയും കൂടെ ചെയ്തു. അതാണ് എനിക്ക് ഭയങ്കര സങ്കടമായി പോയത്. നായരേട്ടാ, വെറുതെ അത് ഇതൊന്നും പറയണ്ടോ. ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കും. പഴുതടച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം. അന്വേഷണത്തൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം. യവം പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം.